Morning all. Okay. Attendance പറയണേ എല്ലാവരും. Number 1 Akshay, Present, sir. Anjana, Present, sir. Anushri, Present, sir. Ashna, Present, sir. Ashwin, Present, sir. Ashwin, Present, sir. Dominic, Present, sir. Shees, Adil, Present, sir. Roshni, Present, sir. Sharon, Vishnu, Present, sir. Vaishnav. Present, sir. ഈ ഷീസിന് എന്താ പറ്റിയ? ഷീസ് കുറേ ആയല്ലോ കണ്ടിട്ട്. ഷീസിന് എന്ത് പറ്റി? ഷീസിന്റെ വല്യമ്മ മരിച്ചു എന്ന് പറയുന്നുണ്ട് 2 ദിവസമായി. ഓ, ഓക്കെ ഓക്കെ, ശരി ശരി. നേരത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് അവർ ഉണ്ടായിരുന്നു. ഷാരോൺ ഫസ്റ്റ് അവർ ഉണ്ടായിരുന്നോ? ഓക്കെ. ഓക്കെ. അപ്പോ നമ്മൾ ഇന്നലെ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ചെറിയൊരു ടോപ്പിക് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വിറ്റ്നസസിന്റെ ആ ഒരു സെക്ഷനിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിന്. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ദാറ്റ് ഈസ് എഞ്ചിനീയേഴ്സ് ആസ് എക്സ്പേർട്ട് വിറ്റ്നസസിന്റെ ആ ഒരു സെക്ഷനാണ്. അപ്പൊ അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു എക്സ്പേർട്ട് വിറ്റ്നസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നുള്ള കാര്യം. അതായത് ഒരു ഐ വിറ്റ്നസും എക്സ്പേർട്ട് വിറ്റ്നസും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെയാണ് ഹൗ ദിസ് എക്സ്പേർട്ട് വിറ്റ്നസ് ഡിഫർ ഫ്രം ഐ വിറ്റ്നസ്. പിന്നെ അതുപോലെ നമ്മൾ അവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ മെത്തേഡ്സിലാണ് ഈ എക്സ്പേർട്ട് വിറ്റ്നസസ്, അതായത് എക്സ്പേർട്ട് വിറ്റ്നസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ാണ് അവരുടെ ആ ഒരു പൊസിഷനെ അബ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പൊസിഷനെ മിസ്യൂസ് ചെയ്യുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 4 മെത്തേഡ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഹു ആക്ട് ആസ് എക്സ്പേർട്ട് വിറ്റ്നസ്. ഈ എക്സ്പേർട്ട് വിറ്റ്നസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട് അല്ലെ, അതായത് നമ്മുടെ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് തന്നെയാണ്. അപ്പൊ അവരങ്ങനെ ആ ഒരു എക്സ്പേർട്ട് വിറ്റ്നസ് ആയിട്ട് ആ ഒരു റോളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് അല്ലെ, അവരുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താന്നുള്ള ഒരു കാര്യം അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ. So the responsibilities of engineers who act as expert witness. So നോക്കാം. First one, the expert witness is required to exhibit the responsibility of confidentiality just as they do in the consulting roles. They cannot diverge the findings of the investigation to the opposite side unless it is required by the court of the law. Okay. So the prime responsibility of engineers who act as expert witness is that to be confidential. സോ കോൺഫിഡൻഷ്യൽ എന്താന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടില്ലാണ് അല്ലെ. അതായത് നമ്മളെ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആ ഒരു രീതി, അതിന് ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ആക്ച്വലി കോൺഫിഡൻഷ്യൽ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലെ. സോ ആസ് ആൻ എക്സ്പേർട്ട് വിറ്റ്നസ് എഞ്ചിനീയേഴ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ദേ മസ്റ്റ് ബി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ. കാരണം ഓരോ കമ്പനിയും ഇവരെ ഈ എക്സ്പേർട്ട് വിറ്റ്നസ് ആയിട്ട് ഇവരെ ഹയർ ചെയ്യുന്നത് എന്തിനാ? ഒരു അത്രയും റെപ്യൂട്ടഡ് ആയിട്ട് ഒരു പൊസിഷനിലാണ് അവർ ഇരിക്കുന്നത് അല്ലെ. അതായത് എന്താണ് എക്സ്പേർട്ട് വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കമ്പനി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടായാലും അതിൽ നിന്ന് കമ്പനീനെ സേവ് ചെയ്യുന്ന രീതിയിൽ, അതായത് അതിനെ കറക്റ്റ് ആയിട്ടൊരു എക്സ്പേർട്ട് ലെവലിൽ അതിനെ വ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ എക്സ്പേർട്ട് വിറ്റ്നസ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെ. സോ അത്രയും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് അവർ ഇരിക്കുന്നത്. സോ അവരുടെ മസ്റ്റ് ആയിട്ട് അവർ കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കമ്പനി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള മാറ്റേഴ്സ് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്, അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക എന്നുള്ളത് അല്ലെ. സോ അത് അവർ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്, ചെയ്തിരിക്കേണ്ട ഡ്യൂട്ടിയാണ് അല്ലെ. അല്ലാതെ ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അവർക്ക് എന്തൊരു ഓഫർ ഉണ്ടായാലും
അതായത് ഇപ്പം കമ്പനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവില്ലേ അല്ലെ? അപ്പൊ ഓപ്പോസിറ്റിലെ ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇവർക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യാം അവരുടെ സൈഡിലേക്ക്, അല്ല അവർക്ക് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് സംഭവിച്ചാലും തന്നെ ഇവരൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഓപ്പോസിറ്റ് സൈഡുമായിട്ട് ഡിസ്കസ് ചെയ്യാനോ അല്ല അവർക്ക് ഷെയർ ചെയ്യാനോ പാടില്ല. ദാറ്റ് ഈസ് എപ്പോഴും ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന കാര്യം ഇവരെപ്പോഴും കീപ്പ് അപ്പ് ചെയ്യണം. ഓക്കെ, അൺലെസ് ഇറ്റ് ഈസ് റിക്വയർഡ് ബൈ ദി കോർട്ട് ഓഫ് ദ ലോ. നമ്മുടെ ലോ ആവശ്യപ്പെടുന്നത് വരെ ഒരിക്കലും ആ കമ്പനിയുടെ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല, അല്ലെ? കാരണം കോർട്ടിലാണല്ലോ നമ്മൾ എപ്പോഴും കേസ് നടക്കുന്നത്. അപ്പൊ ലോ ആവശ്യപ്പെടുകയാണെങ്കിൽ വി വിൽ ഡു ദാറ്റ്. അതർവൈസ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള നമ്മുടെ ഓപ്പോസിറ്റ് ടീമുമായിട്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. സോ അത് നമ്മൾ നമ്മുടെ ഭാഗത്തും എക്സ്പേർട്ട് വിറ്റ്നസ് ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് വൺ, കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് more important is that as witness they are not required to volunteer evidence favorable to the opponent. They must answer questions truthfully, need not elaborate, and remain neutral until the details are asked for further. ഓക്കെ, അപ്പൊ ഇവർ കാണിക്കേണ്ട മറ്റൊരു ഡ്യൂട്ടി അല്ലെങ്കിൽ മറ്റൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ നോട്ട് റിക്വയർഡ് ടു വളണ്ടിയർ, അല്ലെ? വളണ്ടിയർനെസ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്, അതായത് വളണ്ടിയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയാണ്, അല്ലെ? ദാറ്റ് ഈസ് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മളൊരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് വളണ്ടിയർനെസിന്റെ മീനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യം, witnesses they are not required to volunteer evidences favorable to the opponent. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ആൾക്കാരോട് ചിലപ്പോൾ പല രീതിയിലും നമുക്ക് എന്തെങ്കിലും ബയസോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ആ ഓപ്പോസിറ്റ് ടീമിനോട് വരികയാണെങ്കിലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വളണ്ടിയർനെസ് എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കാൻ പാടില്ല. ഒരു രീതിയിലും നമ്മൾ ചെയ്യാൻ പാടാത്ത ഒരു കാര്യമാണത്, അല്ലെ? കാരണം നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനുമാണ് എക്സ്പേർട്ട് വിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ബീങ് ട്രൂത്ത്ഫുൾ അല്ലെ, ട്രൂത്ത്ഫുൾ ആയിരിക്കുക എന്നുള്ളത് നമ്മളോട് കാണിക്കേണ്ട, നമ്മുടെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെ? സോ ഒരിക്കലും നമ്മൾ ആ വളണ്ടിയർനെസ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കാണിക്കാൻ പാടില്ല. മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വളണ്ടിയർനെസ് ഇൻ ദ മീനിങ്, ഇൻ ദ സെൻസ് ഓപ്പോസിറ്റ് ടീമിനോട്, കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പോസിറ്റ് ടീമിനോട് ഒരു രീതിയിലുള്ള ആ ഒരു വളണ്ടിയർനെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യം, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു രീതിയിലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ ഒരു ഡ്യൂട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഓർ റെസ്പോൺസിബിലിറ്റി എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ദേ ഷുഡ് ബി ഒബ്ജക്റ്റീവ് ടു ഡിസ്കവർ ദ ട്രൂത്ത് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ഹോണസ്റ്റ്ലി. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കണം അവർ? മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഓൾവേസ് ദേ ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അവർ ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും എന്തായിരിക്കണം? ഫോക്കസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അല്ലെ? കാരണം എന്താണ്? എക്സ്പേർട്ട് ലെവലിലുള്ള കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ എക്സ്പേർട്ട് വിറ്റ്നസ് എന്ന് പറയുന്നത്, അല്ലെ? സോ ട്രൂത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് അവരുടെ കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെ? സോ എപ്പോഴും അവരെന്തായിരിക്കണം? അവരുടെ ആ ഒരു ഡ്യൂട്ടിയിൽ, അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇവരാണ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക, അല്ലെ? നല്ല രീതിയിൽ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് അതിന്റെ ഹയർ ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അപ്പൊ ആ ചെയ്യുന്ന കാര്യത്തിൽ ഇവർ എപ്പോഴും എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം അത് എപ്പോഴും ചെയ്യേണ്ടത്. ഒരു ഒബ്ജക്റ്റീവ് ബിഹേവിയർ ആയിരിക്കണം ഇവർ എപ്പോഴും എക്സിബിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം. ഓണസ്റ്റ് ആയിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അതാണ് അവരുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് മാനർ. എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഒരു ഒബ്ജക്റ്റീവ് ബിഹേവിയർ ആയിരിക്കണം ഇവര് കാണിക്കേണ്ടത്. ഓക്കെ, പിന്നെയുള്ള നാലാമത്തത് എന്ന് പറയുന്നതാണ് ദി എക്സ്പേർട്ട് ഷുഡ് ഏർണസ്റ്റ്ലി ബി ഇംപാർഷ്യൽ ഇൻ ഐഡന്റിഫൈയിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദി ഒബ്സർവ്ഡ് ഡാറ്റ, റെക്കോർഡഡ് ഡാറ്റ ആൻഡ് ദ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ്. They should not distort the truth even under pressure. Although they are hired by the lawyers, they do not serve the lawyers or their clients. They serve the justice. Many a time, their objective judgments will help the lawyer to put up the best defense for their clients. So another one എന്ന് പറയുന്നത് എന്താണ്? അവർ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എപ്പോഴും ഇംപാർഷ്യൽ ആയിരിക്കുക, അല്ലെ? അറിയുന്ന കാര്യമല്ലേ ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആരോടും ഒരു പാർഷ്യൽ ബിഹേവിയർ നമ്മൾ കാണിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെ നമ്മുടെ പൊസിഷനിൽ നമ്മൾ എപ്പോഴും ഒരു ഇംപാർഷ്യൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം കീപ്പ് ചെയ്യേണ്ടത് ആസ് എ വിറ്റ്നസ്.
ഒരു വിറ്റ്നസ് എന്നുള്ള ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ ഇമ്പാർഷ്യൽ ആയിരിക്കണം. ഒരിക്കലും ആരോടും നമ്മൾ ഒരു രീതിയിലുള്ള ഒരു പാർഷ്യാലിറ്റി നമ്മൾ കാണിക്കാൻ പാടില്ല, അല്ലെ? അതായത് ഒരു രീതിയിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഏതൊക്കെ രീതിയിൽ പ്രഷർ ഉണ്ടായാലും അതിപ്പോ ഏത് ഭാഗത്തു നിന്നായാലും. ഇപ്പൊ നമ്മള് ഒരു ലോയറിന്റെ അണ്ടറിലായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ലോയറിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രഷർ ഉണ്ടായാലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് എന്ത് പ്രഷർ ഉണ്ടായാലും ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആരോടും നമ്മളൊരു പാർഷ്യാലിറ്റി നമ്മൾ കാണിക്കാൻ പാടില്ല, അല്ലെ? നമ്മൾ എപ്പോഴും ഒരു ഇമ്പാർഷ്യൽ ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് മൂവ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, ജസ്റ്റിസിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പേർട്ട് വിറ്റ്നസിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു എയിം എന്ന് പറയുന്നത്. ആ ഒരു പൊസിഷൻ, എക്സ്പേർട്ട് വിറ്റ്നസ് എന്ന ഒരു പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്, ജസ്റ്റിസ് ആയിരിക്കും അവിടെ എപ്പോഴും. ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 100% ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ ജസ്റ്റിസിനെയാണ് അവർ എപ്പോഴും സെർവ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെയുള്ള പ്രഷറും കാര്യങ്ങളും വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഓഫറിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല, അവർ ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ഓക്കെ, സോ അതാണ് അവർ ചെയ്യേണ്ട മറ്റൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ഇമ്പാർഷ്യൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടും നമ്മൾക്ക് പറയാനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഓർ ഡ്യൂട്ടീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഹു ആക്ട് ആസ് എക്സ്പേർട്ട് വിറ്റ്നസ്. ഫസ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. സെക്കൻഡ് വൺ, അതായത് എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡു നോട്ട് റിക്വയർഡ് ടു എക്സിബിറ്റ് volunteer attitude. Then third one, always should be objective in their activities. Then fourth one, always should be impartial in their work. എപ്പോഴും അവർ സെർവ് ചെയ്യേണ്ടത് നമ്മുടെ ജസ്റ്റിസിനെയാണ്. ഓക്കെ, ഇത്രയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഞാൻ ഇന്നലെ വിട്ടുപോയതാണ് കേട്ടോ, പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. ടെക്സ്റ്റ് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്, ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ജസ്റ്റ് മിസ്സായി പോയതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയായാലാണ് ഒരു എക്സ്പേർട്ട് വിറ്റ്നസ് എന്നുള്ള ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് എക്സ്പേർട്ട് വിറ്റ്നസ്. പിന്നെ എന്താ, യെസ്, പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഇത് ഞാൻ ഇന്നലെ ടെക്സ്റ്റ് നോക്കിയപ്പോൾ കണ്ട ഒരു ടോപ്പിക്കാണ്. ജസ്റ്റ് നമുക്കൊന്ന് പറയാം. സിലബസിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി സിലബസ് കഴിഞ്ഞല്ലോ. സോ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് നോക്കാന്ന് വെച്ചു. സോ എഞ്ചിനീയേഴ്സ് ആസ് ഓണ്ടർപ്രണേഴ്സ്. ഓക്കെ, സോ വാട്ട് ഈസ് ആൻ ഓണ്ടർപ്രണർ? അറിയില്ല, ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? എന്താണ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാല്? എഞ്ചിനീയേഴ്സ് പല റോൾസിൽ ആക്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് മാനേജേഴ്സ് നമ്മൾ പറഞ്ഞു, ആസ് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് പറഞ്ഞു, ആസ് അഡ്വൈസേഴ്സ് പറഞ്ഞു, ആൻഡ് എഞ്ചിനീയേഴ്സ് ആസ് വിറ്റ്നസസ് പറഞ്ഞു. ഇനി ഇപ്പം മറ്റൊരു കേസാണ് എഞ്ചിനീയേഴ്സ് ആസ് ഓണ്ടർപ്രണേഴ്സ്. സോ വാട്ട് ഈസ് മെൻ ബൈ ആൻ ഓണ്ടർപ്രണർ? ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്ന കാര്യം തന്നെയാണ് നമുക്കൊക്കെ. എന്താണ്? വർക്കറാണോ മനസ്സിലി? വർക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അങ്ങനെ പറയാം, അങ്ങനെയാണ് വരിക. വേറെ ആർക്കെങ്കിലും അറിയോ എന്താണ് ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാല്? നമ്മള് മലയാളത്തിൽ എന്താ പറയുക ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാല്? വർക്കർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി എന്നുള്ള ഒരു കാറ്റഗറിയിലേ വരിക. ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാല് സംരംഭകനാണ്, അതായത് സ്വയം ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു സ്വയം സംരംഭകൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ആക്ച്വലി ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എഞ്ചിനീയേഴ്സ് ആക്ട് ചെയ്യുന്ന മറ്റൊരു റോളാണ് എന്തെന്ന് പറയുന്നത്, ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. So when an engineer may decide to start his own enterprise, instead of working for somebody, he becomes an entrepreneur. Okay, so അതാണ്. നമ്മൾ ഇനീഷ്യലി എന്തായിരിക്കും, ഇപ്പം നിങ്ങൾ എല്ലാവരും ഫ്യൂച്ചറിൽ ഇനീഷ്യലി എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ആൾക്കാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അണ്ടറിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക, അല്ലെ? അതായത് ഒരു നോർമൽ എംപ്ലോയി ആയിട്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക, അല്ലെ? കുറെ കാലം അവിടെ വർക്ക് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഒരു ഫീലിങ്സ് വരാം, അല്ലെ? സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും തുടങ്ങിക്കൂടി എന്നുള്ളൊരു ചിന്ത വരാം. സോ അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ആരായിട്ട് മാറും? യു വിൽ ബിക്കം ആൻ ഓണ്ടർപ്രണർ. നിങ്ങൾ സ്വയമായിട്ട് ഒരു സംരംഭം അവിടെ സ്റ്റാർട്ട് ചെയ്തില്ല, അപ്പോഴാണ് നിങ്ങളെ ഓണ്ടർപ്രണേഴ്സ് പറയുന്നത്. അപ്പൊ എഞ്ചിനീയേഴ്സ് ആരായിട്ട് മാറും? ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് മാറും, അല്ലെ? ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓണ്ടർപ്രണേഴ്സ് ആണെന്നുള്ളത്.
Okay, so when an engineer may decide to start his own enterprise, instead of working for somebody, he becomes an entrepreneur. Okay, then since he is basically a technocrat, he should not be carried away by the technology, but acquire managerial skills. He has to become a team player. Okay. അപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം പഠിച്ചു കഴിഞ്ഞ് പാസ് ഔട്ട് ആയി നിങ്ങളൊരു ജോബിൽ എത്തിക്കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ വൈസ് നിങ്ങൾ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം അറിയായിരിക്കും. പക്ഷെ ഒരു ഓൺടർപ്രണർ എന്നുള്ള നിലയിൽ നിങ്ങൾ എത്തണമെങ്കിൽ ടെക്നോളജീന്റെ കാര്യങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങൾക്ക് എന്തുകൂടി ഉണ്ടായിരിക്കണം, ആ ഒരു മാനേജറിയൽ സ്കിൽസ് കൂടെ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം അല്ലെ. കാരണം നിങ്ങളായിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടേതായിട്ടുള്ള എന്റർപ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. നിങ്ങളുടേതായിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫേം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങളാണ് അവിടുത്തെ ബോസ് എന്ന് പറയുന്നത് നിങ്ങളാണ് അല്ലെ. നിങ്ങളല്ലേ എന്റെ എല്ലാം എന്ന് പറയുന്നത് അല്ലെ. സോ യു ആർ ദ മാനേജർ. അപ്പോ ആ ഒരു ടീമിന്, ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അല്ലെ, ആ ഒരു എന്റർപ്രൈസിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ആ ഒരു മാനേജറിയൽ സ്കിൽസ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതർവൈസ് എന്തായിരിക്കും, നിങ്ങളെ ആ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളുടെ എന്റർപ്രൈസ് എന്ന് പറയുന്നത് വിൽ ബി എ ഫെയിലിയർ ആയിരിക്കും അല്ലെ. സോ ജസ്റ്റ് ടെക്നോളജിക്കൽ വൈസ് നിങ്ങൾ പെർഫെക്റ്റ് ആയാൽ മാത്രം പോരാ. ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾക്ക് എന്തുകൂടി ഉണ്ടായിരിക്കണം, യു ഷുഡ് ഓൾസോ ഹാവ് ദി മാനേജറിയൽ സ്കിൽസ് അല്ലെ. അതാണ് പറഞ്ഞത്, ഹി ഹാസ് ടു ബിക്കം എ ടീം പ്ലെയർ. ഒരു ടീം പ്ലെയർ ആയിട്ട് മാറാൻ നമുക്ക് പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫേമിനെ അല്ലെങ്കിൽ ആ ഒരു എന്റർപ്രൈസിനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതർവൈസ് അത് പോയി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, സ്റ്റോപ്പ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇൻ അഡീഷൻ ടു ദ ടെക്നോളജിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ കാലിബർ, നമ്മൾക്ക് എന്തുകൂടി ഉണ്ടായിരിക്കണം, അതിന്റെ കൂടെ മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ആ ഒരു മാനേജറിയൽ സ്കിൽസ് കൂടെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്യണം, ആ ഒരു ടീം പ്ലെയർ ആയിട്ട്. കാരണം നമ്മളല്ലേ ഇവിടെ എല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ when he is selecting his line of business, he has to look at its impact on society. When choosing the location for his firm, he has to keep in mind environmental issues. Okay. അതായത് നമ്മളിപ്പം ഒരു എന്റർപ്രൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അല്ലെ. സോ നമുക്ക് എന്ത് വേണം, നമ്മുടെ ഒരു കമ്പനി അല്ലെങ്കിൽ ഫേം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു സ്ഥലം വേണ്ടേ, എന്നല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ലൊക്കേഷൻ വേണം അല്ലെ. സോ അങ്ങനെ നമ്മളിപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ലൊക്കേഷൻ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെ, ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തതായിട്ടുണ്ട്, നമ്മുടെ സൊസൈറ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിൽ കൂടെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്തിരിക്കണം അല്ലെ. അതിന്റെ ഒരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. കാരണം നമ്മളിപ്പോ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റിനെ ഒരു രീതിയിൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാക്കും അല്ലെ. എൻവയോൺമെന്റൽ പൊല്യൂഷൻ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും പല രീതിയിൽ. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ ഒരു കെമിക്കൽസിന്റെ എന്തെങ്കിലും കമ്പനിയാണെന്ന് സപ്പോസ് ചെയ്യാം. നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. ഒരു രീതിയിലും നമ്മളെ എൻവയോൺമെന്റ് ഒന്നും നോക്കാതെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇതിൽ മാത്രം വേണ്ടി തുടങ്ങിയിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ. കാരണം ഓഫ് കോഴ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത് കെമിക്കൽസ് ആണ്. അപ്പൊ അത് വളരെ വലിയ രീതിയിൽ നമ്മുടെ എൻവയോൺമെന്റിനെ ഇഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ മണ്ണായാലും അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ആയാലും നമ്മുടെ എയർ ആയാലും എല്ലാത്തിനെയും എഫക്ട് ചെയ്യുന്ന കാര്യമാണ് കെമിക്കൽസ് എന്ന് പറയുന്നത് അല്ലെ. സോ നമ്മൾ എപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു ഓണ്ടർപ്രണർ ആയിട്ട് നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ എന്തുണ്ടായിരിക്കണം, നമ്മുടെ സൊസൈറ്റിനോടും നമ്മുടെ എൻവയോൺമെന്റിനെയും നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്തിരിക്കണം. അവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ. ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ അത് നമ്മൾ എപ്പോഴും കീപ്പപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇതുപോലെയുള്ള സ്റ്റാർട്ടപ്പ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ എന്റർപ്രൈസോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ അതിന് എപ്പോഴും നമ്മൾ എന്ത് വേണം, ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കണം. ഏതൊക്കെ രീതിയിൽ നമ്മളിപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ സൊസൈറ്റീനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ അനലൈസ് ചെയ്തിരിക്കണം. എന്നിട്ട് നല്ലതായിട്ട് അല്ലെ അത് കറക്റ്റായിട്ടൊരു ഇതിലെത്തിയെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. സോ അതെപ്പോഴും നമ്മൾ മൈൻഡിൽ കീപ്പപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ഫ്യൂച്ചറിൽ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് ആവശ്യം വരും. ഓക്കെ, നിങ്ങളിപ്പോ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഓണ്ടർപ്രണർ ആയിട്ട് മാറാം അല്ലെ. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് വേണം, നമ്മുടെ സൊസൈറ്റിനെയും നമ്മുടെ എൻവയോൺമെന്റിനെയും നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്തിരിക്കും. ഓക്കെ. പിന്നെ ആസ് എൻ ഓണ്ടർപ്രണർ he has responsibilities towards his employees. He must try to create an ethical climate. It is his responsibility to build trust and relationship amongst his
പീപ്പിൾ. ഓക്കെ, സോ നിങ്ങളിപ്പം എഞ്ചിനീയർ എന്നുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ ഒരു ഓണ്ടർപ്രണർ എന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു അല്ലെ. സോ നിങ്ങളാണ് നിങ്ങളുടേതായിട്ടുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സോ നിങ്ങളാണ് അവിടുത്തെ മാനേജർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ ടീം ലീഡർ എന്ന് പറയുന്നത് അല്ലെ. സോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത് എന്ന് പറയുന്നത്, നിങ്ങളുടെ എംപ്ലോയീസ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം അവരൊക്കെ നിങ്ങളുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. സോ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ എല്ലാ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. സോ നിങ്ങൾ എപ്പോഴും എന്ത് വേണം, അങ്ങനെ ഒരു ഫേം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ട്രൈ ടു ക്രിയേറ്റ് എൻ എത്തിക്കൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ എത്തിക്കൽ അറ്റ്മോസ്ഫിയർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു എത്തിക്കൽ ക്ലൈമറ്റ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു ട്രൈ ചെയ്യണം. ഓക്കെ, കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ലോങ് ആയിട്ട് ഇത് സക്സസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ പല രീതിയിലുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും എന്ത് വേണം, ഒരു ഫേം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആൾക്കാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു റിലേഷൻഷിപ്പും ട്രസ്റ്റും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുക്കണം. കാരണം നമ്മുടേതായിട്ടുള്ള കമ്പനിയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സാധനമാണ് അല്ലെ. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത് നമുക്കാണ് നഷ്ടം വരിക അല്ലെ. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, അവിടുത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അവരെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് അതുപോലെ നല്ലൊരു എത്തിക്കൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആസ് ആൻ ഓണ്ടർപ്രണർ. ഓക്കെ, അപ്പൊ അതിനെപ്പോഴും എന്ത് വേണം, നിങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഓണ്ടർപ്രണർ ആയിട്ട് നിങ്ങൾ മാറുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പെർട്ടിക്കുലർ തിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലീഡർഷിപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ലീഡർഷിപ്പ്, കാരണം നിങ്ങളാണ് ഇവിടുത്തെ ലീഡേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങളല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു ആർ ദ ലീഡേഴ്സ്, യു ആർ ദ ടീം പ്ലെയർ. സോ ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ, വെറുതെ ഒരു ലീഡർഷിപ്പ് ആയതുകൊണ്ട് കാര്യമില്ല, നമ്മൾ എപ്പോഴും മോറൽ ലീഡർഷിപ്പ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മൊറാലിറ്റിക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ അതുകൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വെൻ യു ബിക്കം ആൻ ഓണ്ടർപ്രണർ. ഓക്കെ, പിന്നെയുള്ളത് എന്താ, ഹി നീഡ്സ് ടു പേ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് മാൻഡേറ്റഡ് ബൈ ലോ. അതായത് നമ്മളിപ്പോ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നല്ല കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. അല്ലാതെ ഇല്ലീഗൽ ആയിട്ടൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു രീതിയിലുള്ള ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഫേമോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല അല്ലെ. നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആയിട്ടും എന്തുണ്ട്, നമ്മൾ ടാക്സ് അടക്കണം അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ നിയമം പറയുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു റൈറ്റ് കിട്ടണം, അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം നമുക്ക് കിട്ടണം അല്ലെ. നമ്മുടെ നിയമത്തിന്റെ ഭാഗത്തുനിന്ന്, ലോന്റെ ഭാഗത്തുനിന്ന് നമുക്കത് കിട്ടണം, എങ്കിൽ മാത്രമേ അത് തുടങ്ങാൻ പാടുള്ളൂ. അപ്പൊ അവര് പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും എന്ത് വേണം, ശ്രമിക്കണം. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, ഈ ലോ പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. സോ അതെപ്പോഴും നമ്മൾ എന്ത് വേണം, ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പേ ചെയ്യാനുള്ള ടാക്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു എന്റർപ്രൈസ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ എഞ്ചിനീയേഴ്സ് ആസ് ഓണ്ടർപ്രണർ എന്നൊരു ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുമില്ല, അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എഞ്ചിനീയേഴ്സ് ആസ് ഓണ്ടർപ്രണേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂൾ 5 പറയാനുള്ളത് കേട്ടോ. ഓൾമോസ്റ്റ് ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ടെക്സ്റ്റ് നോക്കി ഞാൻ ഓൾമോസ്റ്റ് ഉള്ളതൊക്കെ കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയായാലും നമ്മുടെ മൊഡ്യൂൾ 5 കംപ്ലീറ്റ് ആയി നമുക്ക് പറയാം. ഓക്കെ, ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മൊഡ്യൂൾ 5? നിങ്ങൾ നോക്കുന്നുണ്ടോ ഇത്? ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നല്ലാണ്ട് നിങ്ങൾ നോക്കാറുണ്ടോ? ആർക്കും എന്തൊരു റെസ്പോൺസ് ഇല്ലാത്ത?
എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാത്തത്? ഓക്കെ അല്ലേ? നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം? നോക്കാറുണ്ടോ ഇതെല്ലാം? ചെറുങ്ങനി അക്ഷയ്. ഓക്കെ, അപ്പൊ നമ്മളെ മൊഡ്യൂൾ 5 കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും പറയാനൊന്നുമില്ലല്ലോ? എന്തെങ്കിലും പറയാനുണ്ടോ അതിന് എക്സ്ട്രാ മൊഡ്യൂൾ 5? ഓക്കെ അല്ലേ നിങ്ങൾ എല്ലാവരും? ഓക്കെ, സോ അത്രയാണ് മൊഡ്യൂൾ 5 ഉള്ളത്. ദെൻ